എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു അരക്കിലോ ഈത്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാറാണ്. അത് അരക്കിലോ ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 3 വലിയ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ നല്ലോണം വേണം. ഒരു 3-4 ടീസ്പൂൺ വേണ്ടി വരും. ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഞാനിതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ ഇതാ ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കടുവെല്ലാം പൊട്ടി ഇഞ്ചി വെള്ളുള്ളി എല്ലാം നന്നായിട്ട് റെഡിയായി കിട്ടുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തണം. കടുവ നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്താം. ഇത് കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇതൊരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്നത് കുക്കായി കിട്ടും. ഇനി നമുക്ക് വറുത്ത് വെച്ച ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടിട്ടുള്ളത്. ഉലുവ അധികം ഇട്ടാൽ കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ചെറുതാക്കുക. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. മുളക് പൊടിയെല്ലാം ഇടുമ്പോൾ പെട്ടെന്നത് കറുത്ത് പോവും. ഓഫ് ചെയ്തിട്ട് കുക്ക് ചെയ്താലും മതിയാവും. ഇപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് പൊടി കുറച്ച് കുറവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഇടാം. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ആ എണ്ണ ചൂടുള്ള എണ്ണയിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ച ശർക്കര ചേർക്കാം. നമ്മളെ നാട്ടിലെല്ലാം ഇതിന് വെല്ലം എന്നാണ് പറയുക, വെളുത്ത വെല്ലം എന്ന്. അപ്പോൾ പൊടിച്ച് വെച്ച ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവ് പുളി മുളക് എല്ലാം ഉള്ള ഒരു അച്ചാറാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ 4 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. വിനീഗർ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചാലും നല്ലത്. വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 ലിറ്റർ വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഒരു 1/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ്. അപ്പോൾ ഇതിൽ കടന്നിട്ട് വേണം ഈത്തപ്പഴം വേവാനായിട്ട്. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാൻ പറ്റും. ഈത്തപ്പഴം അതിൽ കടന്നിട്ട് നന്നായിട്ട് വെന്ത് കുക്കാവണം. ഇനി നമുക്ക് ഒരു 3 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കുറഞ്ഞ അളവിൽ മതിയാവും. ഇനി നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. കാരക്ക പോലത്തെ ഈത്തപ്പഴമാണെങ്കിൽ കുക്കാകാൻ കുറച്ച് സമയം പിടിക്കും. വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല ഈത്തപ്പഴം എടുത്തിട്ട് വേണം അച്ചാറുണ്ടാക്കാനായിട്ട്. 1/2 കിലോ ഈന്തപ്പഴം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഏതായാലും 10 മിനിറ്റ് കുക്കാകാൻ സമയമെടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്തായാലും 10 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് വരും. അലിഞ്ഞ് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. എന്നാലേ അച്ചാർ നല്ല ഉണ്ടാവും. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഒരു ലൈക്ക് തരാനും മറക്കരുത്. ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നാലും നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഒരു ലൈക്കിനും ഒരു ഷെയറിനും നിങ്ങൾ മറക്കാനേ പാടില്ല. അപ്പോൾ ഇതാ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു എയർ ടൈറ്റുള്ള നല്ലൊരു ഡബ്ബിയിലിട്ടിട്ട് വെക്കാം.